കച്ചക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ഉറങ്ങിപ്പോരുത്. ഹലോ, സോ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ് ആയിട്ടാണ്. ഇത് ആക്ച്വലി ഞാൻ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ വേറൊരു വീഡിയോയിലൂടെ കണ്ടതാണ് അവർ ചെയ്യുന്നത്. സോ അപ്പോൾ എനിക്കും തോന്നി കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഫസ്റ്റ് ഫാദേഴ്സ് ഡേക്ക് ഇതുപോലൊരു ഗിഫ്റ്റ് കൊടുക്കണം. ആക്ച്വലി ഇന്ന് ജൂൺ 10 ഞങ്ങളിനി നാളെ വീട്ടിലേക്ക് പോകും. പരിപാടിയിലേക്ക് പോകുമ്പോൾ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ തിരക്കായിരിക്കും, ഇനി ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. സോ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യാൻ പോകാമെന്ന് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിപ്പോൾ കയറാൻ നോക്കുകയാണ്. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കച്ചക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പെർമിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രിൻ്റൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ ആ ഒരു ഷർട്ട്, വൈറ്റ് ഷർട്ടാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ബേസ് ബോർഡ് പോലെ എന്തെങ്കിലും വെക്കണം. ആൻഡ് ഇതുണ്ടോ ഈ സംഭവം, ഇതിൻ്റെ 28 മറ്റേ മുത്തൊക്കെ ഇങ്ങനെ വീണ് കഴിയുമ്പം പേരൊക്കെ തെളിഞ്ഞ് വരത്തില്ലേ, ആ സംഭവമായിരുന്നു കേട്ടോ. അത് ഞാനും ഏട്ടനോടെ ഉണ്ടാക്കിയതാണ് അന്ന്. പക്ഷേ ഇതുപോലെ വീഡിയോ ഒന്നും എടുത്ത് വെക്കുന്ന കാര്യം ഓർത്തുമില്ല, ചെയ്തുമില്ല, തിരക്കിനിടയ്ക്കല്ലേ. അപ്പം നല്ല രസമായിരുന്നു. ഞങ്ങൾ തന്നെ ഉണ്ടാക്കി. ഞാൻ ഇതിനകത്ത് ചുറ്റും നമ്മൾ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. കുറച്ചുകൂടി വലിയത് നമ്മളിങ്ങനെ തിരക്കിയപ്പോൾ ഇത്രയും വലുപ്പത്തിനൊക്കെ നല്ല വിലയായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങ് ചെയ്തതാണ്. രസമായിരുന്നു. അങ്ങനെ അത് ഒരു വർഷമാകുന്നു. ഓക്കെ, യോ അഴക്കുണ്ടാക്കില്ല കേട്ടോ, നമുക്ക് ചെയ്യണ്ടേ. ഇതിനായിട്ടൊരു തുണിയിൽ ഇനി നമുക്ക് ഉറങ്ങിപ്പോരുത്. ഓക്കെ, പ്ലെയിനായിട്ടൊരു തുണിയിൽ നമ്മൾ ആദ്യം ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മെയിൻ ടീഷർട്ടിലൊന്ന് പ്രിൻറ്റ് ചെയ്യാൻ. നേരത്തെ ഞാനൊരു ഭൂമി കാണിച്ചില്ലേ, സോ അന്ന് പുറകെ വെച്ചപ്പോൾ മേടിച്ചൊരു ഫോം ഷീറ്റിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. മിച്ചം വരുന്ന ഒരു സാധനം ഞാൻ കളയാറില്ല. ഇത് നമുക്ക് ഷർട്ടിനകത്ത് വെച്ചിട്ട് സെറ്റാക്കാം. സോ പൂപ്പിൻ്റെയൊക്കെ കറക്റ്റായിട്ട് ഇട്ടുന്നു നമുക്ക്. സോ നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഷർട്ട് ഇവിടെ ഞാനൊരു ഏരിയയിലേക്ക് നമുക്ക് മാറ്റി വെച്ചേക്കാം. അത് സെറ്റാക്കിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഒരു തുണിയിലൊന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിലോട്ട് കിടക്കാം. ബ്രഷ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് മുക്കിയാൽ കറക്റ്റായിട്ട് പതിയില്ലായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് പ്രിൻറ്റ് ചെയ്യാമെന്ന് ഞാൻ ഓർക്കുന്നത് കേട്ടോ. റെഡ് കളർ എടുക്കാം. ഷീറ്റാണ്. അതിലേക്ക് ജസ്റ്റ് ഒരു വെള്ളത്തൊന്ന് നനയ്ക്കുന്നു. അത് വെച്ചിട്ട് ആളെ കൊണ്ടുവിടുന്നു, ചാപ്പിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ആളെയും കൂടി വിളിക്കാം. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ പുറത്തോക്കെ എളുപ്പം നോക്കാമല്ലോ. ഈ ബുദ്ധി എനിക്ക് നേരത്തെ. ഓക്കെ, ഇപ്പം കാണാമല്ലോ അല്ലേ. ജസ്റ്റ് അപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളവും പിന്നെ ഡൗലോട് വെക്കുന്നുണ്ട്. കാരണം കാലൊക്കെ പെട്ടെന്ന് നമ്മൾ തൂത്ത് കാലൊക്കെ തൂത്ത് വേണം. அப்ப நான் போட்டேனா இது பிடிச்சோடனே பிடிச்சோடனே ஓகே அப்புறம் ஆயில வந்து சரி 2000 years later. അയ്യോ, ഞാനാണെങ്കിൽ ഇവിടെ ട്രയൽ നോക്കണമെന്ന് പറഞ്ഞ് തുണി ഉണ്ട്. പക്ഷേ ആകത്തില്ല. ഓക്കെ, ആക്ച്വലി ഈ സംഭവം നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല വന്നിരിക്കുന്നത്. ഫ്ലോപ്പായി. ബട്ട് നോ പ്രോബ്ലം. അവസ്ഥ ഉണ്ടോ, കാല് കഴുകിയ കൂട്ടത്തിൽ കുറച്ച് വെള്ളത്തുള്ളികൾ കൂടെ വീണിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ഒരു അലങ്കാരമാക്കി കുറച്ചുകൂടെ സ്പ്രേ ചെയ്ത് കൊടുത്തു കേട്ടോ. സോ നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, എനിക്ക് ഹാർട്ട് ശരിക്കും വരയ്ക്കാൻ അറിയത്തില്ല ഗൈസ്. ഞാൻ എപ്പോൾ വരച്ചാലും ഒരു സൈഡ് മെയിനും ഒരു സൈഡ് കോ എന്നും പറഞ്ഞിരിക്കും. ഞാൻ ഇപ്പോഴും അത് സംഭവിച്ചു. ഘാട്ട് കുഴപ്പമില്ലല്ലേ.
2025. And അച്ഛയത് 2025. So, established in 2025. പക്ഷേ ഈ ഹാർട്ടിൻ്റെ ഔട്ട്ലൈൻ കുറച്ച് കട്ടി കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സോ നമുക്ക് കുറച്ച് കട്ടിയും കൂടെ കൊടുത്ത് ചെയ്യാം. ആണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ടീഷർട്ടിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി ഇത് നമുക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് തിരിച്ചിട്ടൊന്ന് തേച്ചൊക്കെ എടുക്കണം, എന്നാലേ സെറ്റാവുള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.